ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിതം മനോഹാരിച്ച ദുർലഭം വചഃ എന്ന ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. പേജ് നമ്പർ 89-ൽ മുകളിൽ നോക്കിക്കോളൂ. സൂക്തി, അടുത്ത സൂക്തിയാണ് മാ ബ്രൂഹി ദീനം വചഃ. മാ ബ്രൂഹി, മാ എന്ന് പറഞ്ഞാൽ അരുത് എന്നുള്ള അർത്ഥം, ചെയ്യരുത്. മാ ബ്രൂഹി, ബ്രൂഹി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ബ്രൂ എന്ന് പറഞ്ഞ ഒരു ബ്രൂധാതുവാണ്. ബ്രൂഹി ബ്രൂധാതുവിൻ്റെ ലോട്ടാണ്. നമുക്ക് ലോട്ട് പഠിച്ചു കാണും. ലോട്ട് ബ്രൂഹി, ബ്രൂഹി ബ്രൂധാതു ധാതു പരസ്മൈപദി ലോട്ട്. ലോട്ട് മധ്യമ പുരുഷ, ഞാൻ ഇങ്ങനെ എഴുതുന്നുള്ളൂ, മധ്യമ പുരുഷ ഏകവചനമാണ്. ഏകവചനമാണ് അത് ബ്രൂഹി എന്നുള്ളത്. മറ്റ് രൂപങ്ങൾ നോക്കി നോക്കുക. ആദ്യം തൊട്ട് നോക്കാം. പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ. അതിൽ പ്രഥമ പുരുഷൻ ഈ പ്രാന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബ്രവീതു, ബ്രവീതു, ബ്രൂതാം, ബ്രൂതാം, ബ്രുവന്തു, ബ്രുവന്തു, ബ്രുവന്തു. ഇനി അടുത്ത മധ്യമ പുരുഷൻ വരുമ്പോൾ, മധ്യമ പുരുഷൻ വരുമ്പോൾ അവിടെയാണ് ബ്രൂഹി, 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 ബ്രൂതം, ബ്രൂത. ഇനി അടുത്ത ഉത്തമ പുരുഷൻ വന്നപ്പോൾ ബ്രവാണി, ബ്രവാവ, ബ്രവാമ. ഇങ്ങനെയാണ് ഇതിൻ്റെ മറ്റ് രൂപങ്ങൾ വരുന്നത്. അപ്പോൾ എന്താണ് ഈ ലോട്ടിൻ്റെ പ്രത്യേകത? ലോട്ടിൻ്റെ അർത്ഥം നമ്മൾ വിധിലിംഗം പഠിച്ചില്ലേ, അതും ഇതും എല്ലാം ഏകദേശം ഒരേപോലെയാണ് അതിൻ്റെ പ്രത്യേകത വരുന്നത്. അതായത് ഉപദേശ രീതിയിൽ പറയുക, ആശീർവദിക്കുക, പ്രാർത്ഥനാ രീതിയിൽ പറയുക, അനുഗ്രഹിക്കുക, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ആണ് ലോട്ടിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ലോട്ടെന്ന് പറയുന്നത് എന്തെന്നാണ്? ഇവിടെ ബ്രൂഹി വന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് മാ ബ്രൂഹി ദീനം വച, മാ ബ്രൂഹി ചെയ്യരുത്. അതൊരു ഉപദേശത്തെ രീതിയിൽ പറയുകയല്ലേ, മനസ്സിലായി? ബ്രൂഹി എന്ന് പറയുക. എങ്ങനെയുള്ള വചഃ? കീദൃശം വചനം? ദീനം വചഃ. ദീനം, ദീനമായിട്ടുള്ള ദയനീയമായി. നമ്മളിപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും തരുമോ, ഇത് ദയനീയമായി ചോദിക്കില്ലേ, യാചന രീതി ചോദിക്കില്ലേ, അതൊക്കെയാണ് ദീനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നാണ്. എന്താ എൻ്റെ കാര്യം? ഇവിടെ ബ്രൂഹി എന്ന് പറയുമ്പോഴത്തേക്ക് മധ്യമപുരുഷൻ വരുമ്പം ത്വം ബ്രൂഹിയാണ് വരുന്നത്. നീ പറയുക. മധ്യമപുരുഷനിൽ അങ്ങനെയല്ലേ വരുന്നത്? ത്വം ബ്രൂഹി, നീ പറയരുത്. നീ എന്ന് പറഞ്ഞാൽ എല്ലാം, നീ എന്ന് പറഞ്ഞാൽ അദ്ദേഹം, അങ്ങനെ എല്ലാം ഉൾപ്പെടും അതിനകത്ത്. അതിൻ്റെ അന്വയം പറഞ്ഞു ത്വം ദീനം വചഃ മാ ബ്രൂഹി. ഭാവാർത്ഥം നോക്കിക്കോളൂ. സമാജേ സർവവിധാഃ ജനാഃ ഭവന്തി. സമാജേ, സൊസൈറ്റി, ഇൻ ദ സൊസൈറ്റി. സമാജേ, സപ്തമി ഏകവചനം. സമാജത്തിൽ സർവവിധാഃ, പല തരത്തിലുള്ള ജനാഃ ഭവന്തി. ജനൗ ജനാഃ ബഹുവചനമാണ്, ജനങ്ങളുണ്ട്. കേചിത് സാഹായ്യം കുർവന്തി. കേചിത്, ചിലരെന്ത് ചെയ്യും? സാഹായ്യം കുർവന്തി, സഹായം ചെയ്യുന്നു മറ്റുള്ളവർക്കല്ലേ. കുർവന്തി എന്താ? കരോതി, കുരുതഃ, കുർവന്തി ബഹുവചനമാണ്. കുർവന്തി, കേചിത് ജനാഃ സാഹായ്യം കുർവന്തി, ബഹുവചനം ആയതുകൊണ്ടാണ് കുർവന്തി വന്നത്. കേചിത് കേവലം വികഥനം കുർവന്തി. കേചിത് ചിലരാകട്ടെ എന്താണ്? വികഥനം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മപ്രശംസ. ഞാൻ എല്ലാവർക്കും കൊടുക്കും എന്നും ഇങ്ങനെ പറഞ്ഞു നടക്കുക. അതാണ് വികഥനം. സ്വന്തമായിട്ട് പ്രശംസിക്കുകയാണ്. ഞാൻ വലിയ കൊടുപ്പുകാരനാണ്, ഞാൻ അങ്ങനാണ്, ഇങ്ങനാണ്, അങ്ങനെ. അഥ സോ സ്വാഭിമാനീ ജനഃ, സ്വാഭിമാനീ ജനഃ, അഭിമാനമുള്ള ജനഃ എന്ത് ചെയ്യുന്നു? യസ്യ കസ്യാപി പുരതഃ സാഹായ്യസ്യ യാചനം ന കുര്യാത്. യസ്യ കസ്യാപി, ആരുടെ അടുത്തും
സാഹായ്യസ്യ യാചനാം യാചനയെ യാചന എന്നുള്ളത് ദ്വിതീയ ഏകവചനം. യാചനയെ ചെയ്യുന്നില്ല. ഇവിടെ കസ്യ പുരതഃ കസ്യാപി പുരതഃ. ആരുടെ പുരതഃ? പുരതഃ എന്താ? പിന്നെ മന്ദിരസ്യ പുരതഃ ഏകം ഉദ്യാനമസ്തി എന്നർത്ഥം. മന്ദിരത്തിൻ്റെ പുരതഃ ഇൻ ഫ്രണ്ട് എന്നുള്ള അർത്ഥത്തിൽ മന്ദിരത്തിൻ്റെ മുൻപിൽ ഒരു ഉദ്യാനമുണ്ട്. അത് പുരതഃ മനസ്സിലായി അർത്ഥം. അപ്പോൾ കസ്യാപി പുരതഃ ആരുടെ മുൻപിൽ? സാഹായ്യസ്യ യാചനം ന കുര്യാത്, ചെയ്യരുത്. കുര്യാത്ത് എന്നുള്ളത് എന്താണ്? വിധിലിംഗ്. നേരത്തെ ലോട്ട് വന്നു, അതിൻ്റെ പോലെ തന്നെയാണ് മീനിങ് വരുന്നത്. എന്ത്? പിന്നെ വിധിലിംഗിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം കുര്യാത്ത് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വിധിലിംഗിൻ്റെ രൂപങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ കീദൃശം വചനം കഥാപി ന വക്തവ്യം. ഏത് തരത്തിലുള്ള വചനമാണ് പാടില്ലാത്തത്? ദീനം വചഃ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായി നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണ്. അവിടെ താഴെ പടം കൊടുത്തിരിക്കുന്നത് കഷ്ടപ്പെട്ട് ഓരോരുത്തർ ജോലി ചെയ്യുകയാണ്. അംഗവൈകല്യം വന്നവർ പോലും ഓരോന്ന് ചെയ്ത് സ്വന്തമായിട്ട് കാശുണ്ടാക്കുകയാണ്. അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടുകയല്ല ചെയ്യുന്നത്. വേറൊരാളെന്താ അയാൾക്ക് ആരോഗ്യം ഒരു കുഴപ്പമില്ല, പക്ഷെ അവിടെ നിന്ന് യാചിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് ഈ സൂക്തി കൊണ്ട് മനസ്സിലാക്കുന്നത്. അടുത്ത സൂക്തി നോക്കിക്കോളൂ. യസ്തു ക്രിയാവാൻ പുരുഷഃ സ വിദ്വാൻ. യസ്തു യഹ പ്ലസ് തു ആണ്. യസ്തു യഹ പ്ലസ് തു. ആരാണോ ക്രിയാവാൻ പുരുഷ. ക്രിയാവാൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്റ്റീവായിട്ടുള്ള പുരുഷൻ. എപ്പോഴും ആക്റ്റീവായിരിക്കുക. പുരുഷ സഹ വിദ്വാൻ. അയാൾ ആരായിരിക്കും? വിദ്വാനായിരിക്കും, സ്കോളറായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അന്വയം യഹതു ക്രിയാവാൻ പുരുഷഃ സഹ വിദ്വാൻ ഭവതി. ഭാവാർത്ഥം ആർജിതസ്യ ജ്ഞാനസ്യ ജീവനെ ആചരണേന വ്യവഹാരേ ച പ്രയോഗേണ ഹി മനുഷ്യഃ വാസ്തവികഃ വിദ്വാൻ ഭവതി നതു കേവലം അധ്യയനേന. ആർജിതസ്യ ജ്ഞാനസ്യ. ആർജിതസ്യ എന്ന് പറഞ്ഞാൽ ലഭിച്ച, നമുക്ക് സ്വന്തമായിട്ട് നേടിയെടുത്ത ജ്ഞാനസ്യ ഷഷ്ടി ഏകവചനം. ആർജിതസ്യം ഷഷ്ടി ഏകവചനം. ആർജിതസ്യ ജ്ഞാനസ്യ അതിൻ്റെ ജീവനെ ആചരേണ, അതുകൊണ്ട് ജീവിക്കുക, അതുകൊണ്ട് ആചരിക്കുക. വ്യവഹാരം ചെയ്യുക, ഏതെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ചെയ്യുക. പ്രയോഗേണ ഹി മനുഷ്യ വാസ്തവിക വിദ്വാൻ ഭവതി. അങ്ങനെയാണ് അയാൾ വിദ്വാനാകുന്നത്. നേടിയെടുത്ത ജ്ഞാനം കൊണ്ട് എന്തെല്ലാം സാധിക്കും, അതുകൊണ്ട് എന്തൊക്കെയാണ് പ്രവൃത്തി ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ വിദ്വാൻ. നാത്തു അല്ലാതെ കേവലം അധ്യയനേന. കേവലം അധ്യയനേന. അധ്യയനം കൊണ്ട്, പഠിച്ചത് കൊണ്ട് മാത്രമായില്ല എന്നാണ്. അധ്യയനത്താൽ തൃതീയ ഏകവചനം. അധ്യയനത്താൽ പാടില്ല. അധ്യയനം പഠിച്ചിട്ട് മിണ്ടാതെ വിടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവർക്ക് അതുകൊണ്ട് ആക്റ്റീവായി ഓരോന്ന് ചെയ്യണം. വിദ്യ അനുകൂല കർമ്മണ വിന വ്യർത്ഥ ഭവതി. വിദ്യ അത് സ്ത്രീലിംഗമാണ്. വിദ്യ എന്ന് പറയുന്നത് അനുകൂല കർമ്മണ വിന വ്യർത്ഥ ഭവതി. അനുകൂലമായിട്ട് ചെയ്തില്ലെങ്കിൽ വിന വ്യർത്ഥ ഭവതി. വ്യർത്ഥായും എന്താണ്? സ്ത്രീലിംഗം. എന്തുകൊണ്ട്? വിദ്യ എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ട് വ്യർത്ഥ എന്നുള്ളതും അവിടെ സ്ത്രീലിംഗം വന്നു. വിദ്യ വ്യർത്ഥ ഭവതി. കഥം എങ്ങനെയാണ് വ്യർത്ഥമാകുന്നത്? അനുകൂല കർമ്മണ വിന. അനുകൂലമായിട്ട് കർമ്മം ചെയ്തില്ലെങ്കിൽ, അതിനനുസരിച്ച് കർമ്മം ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്തും വ്യർത്ഥമാകും. ജ്ഞാനം ഭാരഹ ക്രിയാവിന. ജ്ഞാനം എന്നുള്ളത് പിന്നെ എങ്ങനെയായിരിക്കും? അത് നമുക്കൊരു ഭാരമായിരിക്കും. എങ്ങനെ? ക്രിയാവിന. അതുകൊണ്ട് ക്രിയ ചെയ്യുക, പ്രവൃത്തി ചെയ്യുക, ആക്ഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ, അപ്പം നമ്മൾ നേടിയെടുത്ത ജ്ഞാനം കൊണ്ട് നമ്മളത് ഉപകാര രീതിയിൽ നമ്മൾ ഏത് സമയം ആക്റ്റീവായി അതിനനുസരിച്ച് പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് ഈ സൂക്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അടുത്ത സൂക്തി നോക്കിക്കോളൂ. പേജ് നമ്പർ 90 മുകളിൽ. ശീലം പരം ഭൂഷണം. ഭൂഷണം എന്ന് പറഞ്ഞാൽ ആഭരണം, അലങ്കാരം എന്നൊക്കെ പറയാം. ശീലം പരം ഭൂഷണം. ശീലം എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരക്ടർ, സ്വഭാവം. അതാണ് നല്ല ശീലം എന്നൊക്കെ പറയും. ശീലം പരം ഭൂഷണം. പരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം, ഏറ്റവും ശ്രേഷ്ഠമായ ഭൂഷണമാണ് ശീലം. ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായത് ശീലമാണ്. ഭാവാർത്ഥം വന്നപ്പോൾ മനുഷ്യസ്യ ആചരണം ഏവ ശ്രേഷ്ഠം ആഭൂഷണം അസ്തി. മനുഷ്യസ്യ ആചരണം. ആചരണം എന്ന് പറഞ്ഞാൽ ശീലം തന്നെയാണ്, ക്യാരക്ടർ അത് തന്നെയാണ് ആചരണവും. മനുഷ്യസ്യ മനുഷ്യൻ്റെ ഷഷ്ടി ഏകവചനം. ആചരണം ഏവ
ശ്രേഷ്ഠം ആഭൂഷണം ഭവതി, ശ്രേഷ്ഠമായ ആഭൂഷണം, അവൻ്റെ ആഭരണം അല്ലെങ്കിൽ അലങ്കാരം എന്ന് പറയുന്നത് ക്യാരക്ടറാണ്, ആഭൂഷണം ആചരണമാണ്. സദാചാരം വിന അന്യേ ഗുണാഹ നിരർത്ഥകാഹ ഭവന്തി. സദാചാരം, സത് പ്ലസ് ആചാരം, സദാചാരം എന്ന നല്ല സ്വഭാവം, നല്ല സത്സ്വഭാവ എന്നുള്ള സദാചാരം വിന ഇല്ലാതെ അന്യേ ഗുണാഹ മറ്റ് ഗുണങ്ങൾ നിരർത്ഥകാഹ ഭവതി നിരർത്ഥകമാണ്, അർത്ഥമില്ലാതിനാണ്. അപ്പം മനുഷ്യാണ് ശ്രേഷ്ഠം ആഭൂഷണം കിം, ഏതാണ് ശ്രേഷ്ഠമായ ആഭൂഷണം? ശീലം. അതാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. നല്ല ശീലം പഠിക്കുക. അപ്പോൾ അതിൻ്റെ പടം കൊടുത്തിരിക്കുന്നു, റോഡിൽ നിൽക്കുമ്പോൾ ആർക്കെങ്കിലും കണ്ടിട്ട് അതൊരാളാണ് പോകണത്, അയാൾക്ക് റോഡ് ക്രോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു കുട്ടി തന്നെ പിടിച്ചുകൊണ്ട് ക്രോസ് ചെയ്ത് കൊണ്ടുവിടുന്നു. ഇങ്ങനെ പല പല രീതിയിലുള്ള ഉപകാരങ്ങൾ നമ്മൾ കഴിയുന്നത് ചെയ്യുക. അതുപോലെ അപ്പോൾ സൽസ്വഭാവത്തിന് ഉടമയായിരിക്കുക എന്നാണ് ഈ സൂക്തി കൊണ്ട് ഉദ്ദേശിച്ചത്. അടുത്ത സൂക്തി ഹിതം മനോഹാരിച്ച ദുർലഭം വചഃ. നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്ങാണ് ഹിതം മനോഹാരിച്ച ദുർലഭം വചഃ. ഹിതമായിട്ടുള്ളതും മനോഹരമായിട്ടുള്ളതും ആയിട്ടുള്ള വാക്കുകൾ ദുർലഭമാണ് എന്നാണ്, കിട്ടാൻ പ്രയാസമാണ് എന്നാണ്. എന്താ ഹിതം മനോഹാരിച്ച ദുർലഭം വചഃ. വചഃ എന്ന് പറഞ്ഞ പ്രഥമ വിഭക്തിയാണ് വചഃ വാക്ക്. ഹിതം മനോഹാരിച്ച വചഃ ദുർലഭം ഭവതി. ഭാവാർത്ഥം കേചന ഹിതകാരകം വചനം വദന്തി കിന്തു തത് കഠോരതയാ വദന്തി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ദുർലഭമെന്ന്? കേചന ചിലർ ഹിതകാരകം വചനം വദന്തി, ഹിതകാരം ഹിതം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വാക്കുകൾ പറയുന്നു, വദന്തി. കിന്തു ബട്ട് എന്നാൽ, തത് കഠോരതയാ വദന്തി, അവർ പറയുന്ന രീതി കഠോരമായിട്ട് പറയുകയാണ്. അപ്പോൾ സൗമ്യമായിട്ട് പറയുമ്പോൾ നമുക്ക് ഒരു ആശ്വാസം തോന്നും അല്ലേ. അപ്പോൾ ഹിതകരമാണ്, പക്ഷേ അത് കേൾക്കുമ്പോൾ നമുക്ക് അത് കഠോരമായിട്ട് തോന്നുന്നു. അതൊന്നാമത്തത്. കേചന ചിലരെന്ത് ചെയ്തു, മനോരഞ്ജകനം വാക്യം വദന്തി, മനോരഞ്ജകമായി വാക്കുകൾ പറയുന്നു, അതായത് മനസ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വാക്കുകൾ പറയുന്നു. കിന്തു ബട്ട് തത് ഹിതകാരകം എന്ന് ഭവതി, പക്ഷെ അത് നമുക്ക് ഹിതമായി തോന്നുന്നില്ല, ഇഷ്ടമായി തോന്നുന്നില്ല. അങ്ങനെ രണ്ട് രീതിയിൽ പറയുന്നു. താദൃശ്യം വചനം, അങ്ങനെയുള്ള വചനം ദുർലഭം ഭവതി. എങ്ങനെയുള്ള വചനമാണ് ദുർലഭം? ഹിതകാരകം അപിസ്യാത് മനോരമം അപിസ്യാത്. രണ്ടും വരണം, ഹിതകാരകമാണെന്നും മനോഹാരിയുമായിരിക്കണം. അങ്ങനെയുള്ള വാക്കുകളായിരിക്കണം. അങ്ങനെയുള്ള വാക്കുകൾ ഇപ്പോൾ ദുർലഭമാണ്, കിട്ടാൻ ഇല്ല എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത് പറഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെയാണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ പേജ് നമ്പർ 92 അധോലിഖിതാനി വാക്യാനി പഠിത്വ ആം അഥവാ ന ഇതി വദന്തു ലിഖന്തു വ. ആം എന്ന് പറഞ്ഞാൽ ശരിയാണ്, യെസ് എന്നുള്ള അർത്ഥം. ന എന്ന് പറഞ്ഞാൽ നോ എന്നുള്ള അർത്ഥം. അപ്പം ശരിയാണെങ്കിൽ ആം, യെസ് ആണെങ്കിൽ ആം, നോ ആണെങ്കിൽ ന എന്ന് എഴുതുക. ആദ്യത്തത് കിം വയം പൃഥ്വിയഃ പുത്രാഃ പുത്രിയഃ ച സ്മഃ. നമ്മൾ പൃഥ്വിയുടെ പുത്രന്മാരും പുത്രിമാരുമാണല്ലോ. അപ്പം ആം. കിം രത്നം അന്വേഷ്യതി, രത്നം അന്വേഷിച്ചു പോകുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പം ന. മൂന്നാമത്തത് കിം ശീലം ശ്രേഷ്ഠം ആഭൂഷണം അസ്തി. ശീലം എന്നുള്ളത് ശ്രേഷ്ഠമായ ആഭരണമാണോ? ആം, എസ്. കിം ശരീരം ആദ്യം ധർമ്മസാധനം ആണല്ലോ, എസ്, ആം. കിം ഗുണാനാം സർവദാ ഏവ ആദരഹ ഭവതി. ഗുണങ്ങൾ എപ്പോഴും ആദരിക്കപ്പെടുന്നു ആണോ? ആണ്, യെസ്, ആം. കിം ക്രിയാശീലഃ ഏവ വിദ്വാൻ ഭവതി. വിദ്വാൻ എപ്പോഴും ക്രിയാശീലൻ, ആക്റ്റീവായിരിക്കണം എന്ന് പറഞ്ഞാണോ? ആണ്, ആം. കിം അസ്മാഭിः കേവലം മനോരഞ്ജകാനി വാക്യാനി വക്തവ്യാനി. നമ്മളെപ്പോൾ അസ്മാഭിः നമ്മളാൽ കേവലം മനോരഞ്ജകമായിട്ടുള്ള വാക്കുകൾ ആണോ പറയേണ്ടുന്നത്? അല്ലല്ലോ, രണ്ടും പറയണം അല്ലേ. മനോരഞ്ജകമായിരിക്കണം, ഹിതകാരകമായിരിക്കണം. അപ്പം അത് ന. അവസാനത്തെ യഹ സദാ സുഖമിച്ഛതി കിം സഹ വിദ്യാം പ്രാപ്നോതി. യഥാ സദാ സുഖമിച്ഛതി, എപ്പോഴും സുഖം ആഗ്രഹിക്കുന്ന ആൾ, അയാൾക്ക് വിദ്യ കിട്ടുമോ? ഇല്ലല്ലോ, ന. അടുത്ത ക്വസ്റ്റ്യൻ പാഠസ്യ ആധാരേണ അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി ഏകപദേന ലിഖന്തു. ഒരു ഒറ്റപ്പദത്തിൽ ഉത്തരം എഴുതുക, വായിക്കുന്നേ ഉള്ളൂ. ആദ്യം ധർമ്മസാധനം കിം. എന്താണ് ആദ്യം ധർമ്മസാധനം? ശരീരം. കീദൃശം വചഃ മാ ബ്രൂഹി. ഏത് തരത്തിലുള്ള വാക്കുകൾ പറയരുത്? ദീനം. ഇപ്പോൾ നേരത്തെ പഠിച്ചത്. ശ്രേഷ്ഠം ആഭൂഷണം കിം അസ്തി. ശ്രേഷ്ഠമായ ആഭൂഷണം അലങ്കാരം എന്താണ്? ശീലം. സർവേഷാം മനുഷ്യാണാം മാതാ കാ അസ്തി. അതാണ് ഭൂമി അല്ലെങ്കിൽ പൃഥ്വി.
രത്നാനാം അന്വേഷണം കേ കുർവന്തി, രത്നങ്ങളുടെ അന്വേഷണം ആര് ചെയ്യുന്നു? ഗ്രാഹകാഹ. അടുത്ത പാഠസ്യ ആധാരേണ അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി പൂർണ്ണവാക്യേന ലിഖന്തു. പൂർണ്ണവാക്യത്തിൽ ഫുൾ സെൻറ്റൻസിൽ എഴുതണം. കഹ വിദ്വാൻ അസ്തി. കഹ വിദ്വാൻ, ആരാണ് വിദ്വാൻ? അതായത് ക്രിയാവാൻ പുരുഷ വിദ്വാൻ അസ്തി. ക്രിയാവാൻ എപ്പോഴും ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ക്രിയാവാൻ പുരുഷ വിദ്വാൻ അസ്തി. സെക്കൻഡ്, ഗുണിഷു പൂജാസ്ഥാനം കിം. ഗുണികളിൽ പൂജാസ്ഥാനം എവിടെയാണ്? ഗുണിഷു പൂജാസ്ഥാനം ഗുണാഹ. കഹ വിദ്യാം ന പ്രാപ്നോതി. ആരാണ് വിദ്യ ലഭിക്കാത്തത്? സുഖാർത്ഥി. സുഖാർത്ഥിയാണ് കിട്ടുക. അപ്പം സുഖാർത്ഥി വിദ്യാം ന പ്രാപ്നോതി. അടുത്ത മനുഷ്യ വിദ്യാമർത്ഥം ച കഥം സാധയത്. മനുഷ്യൻ വിദ്യാർത്ഥം എങ്ങനെ ലഭിക്കുന്നു? എങ്ങനെയാണ്? മനുഷ്യ വിദ്യാം അർത്ഥം ച ക്ഷണശഃ കണശഃ സാധയേത്. ക്ഷണശഃ കണശഃ സാധയേത്. കീദൃശം വചനം ദുർലഭം. എങ്ങനെയുള്ള വചനമാണ് ദുർലഭമായിട്ടുള്ളത്? ഹിതം മനോഹാരിച്ച വചനം ദുർലഭം. അടുത്ത രേഖാങ്കിത പദാനി ആധൃത്യ പ്രശ്ന നിർമ്മാണം കുരു. അത് ഇച്ചിരി ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് പ്രശ്നം ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് മാത്രം ഞാൻ അവിടെ ഇത് അതെന്ന് വെച്ചാൽ ഒരു പുതിയ ഇതായതുകൊണ്ട്, അതായത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് ആൻസർ വരത്തക്ക രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ഫസ്റ്റ് ശീലം പരംഭൂഷണം. ശീലം ശ്രേഷ്ഠമായ ഭൂഷണമാണ്. അപ്പോൾ എന്താണ് എന്ന് വേണം അല്ലേ? ശീലം എന്താണ് പരം? എന്തെന്നുള്ളതിന് എന്താ? കിം ശബ്ദം. കിം അല്ലേ? കിം. അപ്പം കിം പരംഭൂഷണം എഴുതുക. ഒന്നാമത്തത് കിം പരം ഭൂഷണം എന്നിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യണം? പുട്ട് ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇട്ടു. അടുത്ത രണ്ടാമത്തത് മനുഷ്യ പൃഥ്വിയാ സന്താനഃ അസ്തി. മനുഷ്യർ പൃഥ്വിയുടെ സന്താനങ്ങളാകുന്നു. പൃഥ്വി ശബ്ദം സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? സ്ത്രീലിംഗ ശബ്ദം കിം ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം വരുമ്പോൾ അത് ഷഷ്ടി തന്നെ വരിക വേണം. പൃഥ്വിയാ ഷഷ്ടി. അപ്പോൾ എങ്ങനെ വരും? കിം ശബ്ദത്തിൻ്റെ ഷഷ്ടി വരുന്നത് കസ്യാഹ. അപ്പോൾ മനുഷ്യ കസ്യാഹ സന്താനഃ അസ്തി. മനുഷ്യ കസ്യാഹ സന്താനഃ അസ്തി. അടുത്തത് ഗുണിഷു ലിംഗം വയഃ ച ന മഹത്വപൂർണം. ഗുണിഷു ഗുണികളിൽ, ആരിൽ എന്ന് വേണം വരാൻ. പക്ഷെ അതവർ ബഹുവചനമാണ്. ഗുണി എന്ന് വെച്ചാൽ ഇവിടെ സപ്തമി ബഹുവചനമാണ് വന്നിരിക്കുന്നത്. അപ്പം കിം ശബ്ദത്തിൻ്റെ സപ്തമി ബഹുവചനം കേഷു ലിംഗം വചഃ. കേഷു. ബാക്കി നിങ്ങൾ ക്വസ്റ്റ്യൻ അടിച്ചു കഴിഞ്ഞു. ബാക്കി അങ്ങനെ എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് അത് നോക്കി അങ്ങ് എഴുതിയാൽ മതി. കേഷു ലിംഗം വയഃ ച ന മഹത്വപൂർണം ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്ത ലാസ്റ്റ് ഹിതകാരകം മനോഹാരി ച വചഃ ദുർലഭഃ ഭവതി. അവിടെയും അതുപോലെ മനോഹാരിമായിട്ടുള്ള വാക്ക് എന്തെന്നല്ലേ പറയേണ്ടത്? വാട്ടെന്ന് എഴുതണം. അപ്പോഴത്തേക്ക് അത് ഹിതം ഹിതകാരകം മനോഹാരി ച കിം ദുർലഭം ഭവതി. അങ്ങനെ വേണം. കിം ദുർലഭം ഭവതി. ഈ വചഹാന സ്ഥാനത്താണ് കിം എന്നുള്ളത് എഴുതേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് പിന്നെ മാസ്റ്റർ ഹോളി അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് തന്നെ എഴുതിയാൽ മതി. അടുത്തത് പാഠാത് അധോലിഖിതാനാം പദാനാം സമാനാർത്ഥക പദങ്ങൾ സമാനാർത്ഥകമായ പദങ്ങൾ. ആദ്യത്തെ തന്നിട്ടുണ്ട് സുതഹ. എന്ന് പുത്ര എന്നാണ്. വേറെയും വാക്കുകളുണ്ടോ? ഒന്ന് എഴുതിയാൽ മതി. പ്രഥമം എന്നുള്ള എന്തിനാ? പ്രഥമം ആദ്യം. പ്രഥമം എന്നുള്ളത് ആദ്യം, ആദ്യത്തേത് എന്നുള്ളത്. രണ്ടാമത്തത് ധനം. എന്താ? അർത്ഥം. മൂന്നാമത്തേത് അവസ്ഥ. എന്ന് പറഞ്ഞാൽ അവിടെ പഠിച്ചല്ലോ, അതൊരു വയസ്സ്. നാലാമത്തത് വചനം. എന്താണ്? വചഃ.
ലാസ്റ്റ് വന്നപ്പോൾ ആചരണം. ആചരണം എന്താ? ക്യാരക്ടറല്ലേ, ശീലം. ഇത്രയും. അത് കഴിഞ്ഞിട്ട് അടുത്തത് പേജ് നമ്പർ 94. അധോലിക വാക്യേഷു രേഖാങ്കിത പദാനാം വിഭക്തി നിർദ്ദിഷ്ടം. വിഭക്തി പറയണം. അത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ വിഭക്തി പറയുക. ആദ്യത്തെ കൊടുത്തിട്ടുണ്ട്, ഷഷ്ടി വിഭക്തി വന്നിട്ടുണ്ട്. രണ്ടാമത്തത് ഗുണാഹ പൂജാസ്ഥാനം ഗുണിഷു എന്നുവെച്ച ലിംഗം ച വയഹ. ഗുണിഷു നേരത്തെ വന്നു. എന്താണ്? സപ്തമി. സപ്തമി എന്ന് എഴുതിയ സപ്തമി ബഹുവചനമാണ്. സപ്തമി ദീർഘമാണ്. സപ്തമി എന്ന് എഴുതണം. എല്ലാം അങ്ങനെ സപ്തമി. സപ്തമി ദീർഘമായിട്ടാണ് അവിടെ എഴുതേണ്ടുന്നത്. ദീർഘമായിട്ടാണ് എഴുതേണ്ടത്. എല്ലാ വിഭക്തികളും അങ്ങനെയാണ്. പ്രഥമ, ദ്വിതീയ, തൃതീയ, അങ്ങനെ. അടുത്തത് ശീലം പരംഭൂഷണം. ശീലം അപ്പോൾ എന്താണ്? അത് പ്രഥമയാണ്. ശീലം. ക്ഷണശഃ കണശശ്ചൈവ വിദ്യാം. വിദ്യാം വിദ്യയെ ദ്വിതീയ. സുഖാർത്ഥിനഃ കുതോ വിദ്യ കുതോ വിദ്യാർത്ഥിനഃ സുഖം. ഞാൻ പറഞ്ഞു തന്നായിരുന്നു. വിദ്യാർത്ഥികൾക്ക് എന്നുള്ള എന്താണ്? ഷഷ്ടി. ഷഷ്ടി ദീർഘം. ഹിതം മനോഹാരിച്ച ദുർലഭം വചഃ. വചഃ പ്രഥമ. അടുത്തത് ഒന്ന് നോക്കിയോളൂ. നമ്മൾ സാധാരണ ഇപ്പോൾ ഉദാഹരണം പുസ്തകം പഠതി എന്നൊരു വാക്കുണ്ട്. പുസ്തകം പഠതി. അപ്പോൾ പുസ്തകം എന്നുള്ളതിൻ്റെ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? കഴിഞ്ഞിട്ട് പാ എന്നുള്ളത് ഒരു വ്യഞ്ജനമാണ്. വ്യഞ്ജനത്തിന് മുമ്പ് അനുസ്വാരം വരികയാണെങ്കിൽ നമ്മൾ മ് എന്നുള്ളത് ഇടില്ല. പകരം എന്ത് ചെയ്യണം? അനുസ്വാരത്തിന് ഒരു അതായത് ഇവിടെ എഴുതി കാണിക്കാം. പുസ്തകം പഠതി എന്ന് എഴുതുള്ളൂ. പുസ്തകം പഠതി ഇതേ എഴുതുള്ളൂ, അല്ലാതെ ഇത് എഴുതില്ല. അപ്പോൾ ഇത് തെറ്റല്ലേ? ഇത് തെറ്റല്ലേ? പുസ്തകം പഠതി തെറ്റാണ്. എന്നാൽ പുസ്തകം കഴിഞ്ഞിട്ട് ആ ഒരു സ്വരമാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ മ് ഇടാം. മനസ്സിലായില്ലേ? പുസ്തകം അതായത് ഇവിടെ വന്നിരിക്കുന്നത് വ്യഞ്ജനമാണ്. വ്യഞ്ജനം വരികയാണെങ്കിൽ ഈ രീതിയിലേ എഴുതുകയുള്ളൂ. സ്വരമാണെങ്കിൽ ഈ രീതിയിൽ എഴുതാം എന്നാണ് പറയുന്നത്. അതനുസരിച്ചുള്ള ക്വസ്റ്റ്യനാണ് അടുത്തത്. നോക്കിക്കോളൂ. അഗ്രേ സ്വരഃ അസ്തി തത്ര അനുസ്വാരസ്യ സ്ഥാനെ മ് ലിഖിത്വ വാക്യാനി പുനഃ ലിഖന്തു. നിങ്ങൾ എഴുതിയാൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നിട്ടുണ്ട് എന്നാൽ രത്നം അന്വേഷ്യതി. രത്നം അന്വേഷ്യതി. രത്നം എന്നുള്ളതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്നല്ലേ. അപ്പോൾ അവിടെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒന്ന് അന്വേഷ്യതി ആ സ്വരമാണ്. അപ്പം രത്നം തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ രത്നം അന്വേഷ്യതി. അടുത്തത് ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. ശരീരം എങ്ങനെ എഴുതും? ശരീരത്തിന് മ് തന്നെ എഴുതണം. ശരീരം. ശരീരം ആദ്യം. ആദ്യം എന്നുള്ളത് സ്വരം വന്നതുകൊണ്ട് ശരീരം തന്നെ എഴുതണം. ശരീരം ആദ്യം. കണ്ടോ? ആദ്യം ഖലു കണ്ടോ? ആദ്യം കഴിഞ്ഞിട്ട് ഖ വന്നില്ലേ? അത് നമ്മൾ ആദ്യം മ് ഇട്ടിട്ടില്ലല്ലോ. എന്തുകൊണ്ട്? അവിടെ വ്യഞ്ജനമായതുകൊണ്ട്. ആ രീതിയിൽ നിങ്ങൾ എഴുതണം. സെൻറ്റൻസാക്കി എഴുതണം. വയം അദ്യതനം പാഠം പഠാമഹ. വയം അദ്യതനം പാഠം പഠാമഹ. വയം വയം കഴിഞ്ഞിട്ട് എന്ത് വന്നിരിക്കുന്നു? സ്വരം വന്നതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം? വയം മ് തന്നെ എഴുതണം. വയം. പാഠം പടാമഹി കുഴപ്പമില്ല. പാഠം പടാമഹ വ്യഞ്ജനം ആയതുകൊണ്ട്. ത്വം അസ്മാകം ഗൃഹം ആഗച്ഛ. ത്വം അസ്മാകം. ത്വം എന്നുള്ളതിനും എന്ത് ചെയ്യണം? മ് തന്നെ എഴുതണം. കാരണം അവിടെ സ്വരം കിടക്കുന്നു. ഗൃഹം ആഗച്ഛ. അവിടെ എന്തുണ്ട്? സ്വരമുണ്ടായതുകൊണ്ട് ഗൃഹം രണ്ടിടത്തും അങ്ങനെ എഴുതണം. എന്നുകൊണ്ട് ഞാൻ എഴുതി തരാതെ. ത്വം അസ്മാകം ഗൃഹം. ഇവിടെ വേണ്ട. ഇങ്ങനെ. കാരണം ഇവിടെ ഇതൊരു എന്താണ്? ഇതൊരു വ്യഞ്ജനമാണ്. പക്ഷേ ഗൃഹം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഗൃഹത്തിൻ്റെ അവിടെ വേണം. കാരണം ഇവിടെ ആ വന്നിട്ടുണ്ട്. വ്യഞ്ജനമുണ്ട്. ആഗച്ഛ. ഈ രീതിയിൽ വേണം എഴുതാൻ. ആഗച്ഛ. അടുത്തത് അഹം ഏകം പ്രശ്നം പൃഷ്ടും ഇച്ഛാമി. അഹം ഏകം. എന്നുള്ളത് സ്വരമല്ലേ? അപ്പം അഹം മ് തന്നെ വേണം. ഏകം പ്രശ്നം പൃഷ്ടും കുഴപ്പമില്ല. അവിടെ അതുപോലെ തന്നെ. പക്ഷേ പൃഷ്ടും ഇച്ഛാമി ഈ എന്നുള്ളത് ഒരു സ്വരമായതുകൊണ്ട് പൃഷ്ടും എന്നുള്ളതിന് മ് തന്നെ വേണം.
അടുത്ത ഗുണം അർജയിതും അധികം പ്രയത്നം കരോതു. ഗുണം ആർജയിതും അവിടെ ആയുണ്ടായതുകൊണ്ട് ഗുണം മ് തന്നെ വേണം. അധികം എന്നുള്ളിടത്ത് അധികം തന്നെയാണ്, അതിനകത്ത് മ് ഇല്ല. ഇങ്ങനെയാണത്. അപ്പോൾ ഇങ്ങനെ ഈ പാഠം അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.